മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിൽ ലീഗിനെതിരെ CPM-മായി സഹകരിച്ച് മത്സരിക്കുന്ന കോൺഗ്രസിനെതിരെ ഇപ്പോൾ DCC നടപടിയെടുത്തിരിക്കുന്നു. ഈ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയെ ഇപ്പോൾ പൂർണ്ണമായി പിരിച്ചുവിട്ടിരിക്കുന്നു. ഇതിൽ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഇപ്പോൾ ലീഗ് നേതൃത്വം, പൊന്മുണ്ടത്തെ ലീഗ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായി അവർ ഉന്നയിക്കുന്ന കാര്യം ഇതൊരു കണ്ണിൽ പൊടിയിടൽ നടപടിയാണ് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇപ്പം പൊന്മുണ്ടം മണ്ഡലം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ഒരു നടപടി, എന്താണ് തൃപ്തമല്ലാത്തത്? ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ സത്യത്തിൽ DCCക്ക് നല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ശരിക്ക് ഇവിടെ ഈ പറയുന്ന പൊന്മുണ്ടം മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് DCC സെക്രട്ടറിയും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡൻറ്റുമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. അവർ ഈ പഞ്ചായത്തിൽ തന്നെ 8-ാം വാർഡിലും അതേപോലെ തന്നെ 10-ാം വാർഡിലും മത്സരിക്കുകയാണ്. കോൺഗ്രസും CPM-ഉമായിട്ട് രണ്ടും ഒരുമിച്ച് നിന്ന് ജനകീയ മുന്നണി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലാണ് അവർ മത്സരിക്കുന്നത്. പക്ഷേ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ DCC പ്രസിഡൻറ്റിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ശരിക്കും ഇവർക്കെതിരിലല്ലേ നടപടി എടുക്കേണ്ടത്? ഇവർക്കെതിരിൽ നടപടി എടുക്കാതെ ഇവിടുത്തെ ഈ സാധാരണക്കാരായ കോൺഗ്രസിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന ആ കമ്മിറ്റിനെ പിരിച്ചുകൊണ്ടിൽ എന്താ അർത്ഥമുള്ളത്? ഒരു ഉടായ്പ് പരിപാടിയാണത്. എന്നുവെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ആളെ കണ്ണ് പൊടിയിരുന്ന ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ ആത്മാർത്ഥത ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ ലീഗ് ഒരുപാട് ചർച്ച നടത്തി സഹകരിച്ച് പോകാനുള്ള ഇതിൽ DCC ഇപ്പോൾ ഇതിന് അനുമതി നൽകിയ പോലെ തോന്നുന്നുണ്ട്. അതല്ല ഇപ്പോൾ ഈ കാണുന്നത്. ഇതൊക്കെ ഇവർ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയുടെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇത് ഇങ്ങനെ വരും. ഇപ്പം ഞാൻ നേരത്തെ ഞങ്ങളൊക്കെ മുമ്പ് സൂചിപ്പിച്ച് ഞങ്ങളൊക്കെ വിശ്വസിച്ചെന്ന് വെച്ചാൽ ഒരു ചർച്ചയിലൂടെയൊക്കെ നല്ലൊരു തീരുമാനത്തിലൂടെ വന്ന് തീരുമാനത്തിൽ വരും എന്നുള്ള രീതിയിലായിരുന്നു ഇവർ പറഞ്ഞിരുന്നല്ലോ 9 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 9 കൊടുത്താലും 10 കൊടുത്താലും ഈ ഒരു സംവിധാനം ഇവിടെ വേണ്ട എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ അവരായിട്ട് ചർച്ചയിൽ പുരോഗതി ഉണ്ടാവുക? അപ്പോൾ അതിന് DCC പ്രസിഡൻ്റ് അടക്കം അല്ലെങ്കിൽ അവരെ കമ്മിറ്റി അടക്കം DCCയുടെ അംഗീകാരത്തോടു കൂടി തന്നെയാണ് ഇവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത്ര ധൈര്യസമേതം ഇവിടെ ഈ ജില്ലയിൽ എവിടെ ഇല്ലാത്തൊരു സംവിധാനമല്ലേ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. അതായത് അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ചപ്പ് ചവറിനെയും കൂട്ടി ഈ രീതിയിൽ പഞ്ചായത്തിൽ മത്സര രംഗത്തേക്ക് വരിക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ? ഒരു പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടി പോയിട്ടുള്ളത്. അത് ഒരു വലിയ വില കൊടുക്കേണ്ടി വരും. ആ പാർട്ടിയെ തന്നെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ ഈ പറയുന്ന ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ? അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മന്ത്രി V. അബ്ദുറഹ്മാനെ സഹായിക്കുന്ന രീതിയിലേക്കാണോ? വളരെ പ്രസക്തമായൊരു കാര്യങ്ങൾ പറഞ്ഞത്. എന്നുവെച്ചാൽ ഇതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ട ഉണ്ട്. അതായത് കഴിഞ്ഞ നിയമസഭയിലും നമ്മൾ കണ്ടതാണ് ഈ കാര്യം. എന്നുവെച്ചാൽ ഇവിടുത്തെ നിലവിലുള്ള ഈ പറയുന്ന കോൺഗ്രസിനൊക്കെ കൂട്ടുപിടിച്ച് അവരുടെ ഇടയിലുള്ള വോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി V. അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ രീതിയിലുള്ള പണി തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള വലിയ ഒരു നിഗൂഢമായി കിടക്കുന്ന ഒരു സംഭവം. എന്നുവെച്ചാൽ വലിയൊരു അജണ്ട അദ്ദേഹത്തിനുണ്ട്. ഈ സമയത്ത് ഇവരുടെ ഇടയിൽ സ്പ്ലിറ്റാക്കിയിട്ട് വരാൻ പോകുന്ന നിയമസഭയിൽ ഇവർക്ക് വോട്ട് അനുകൂലമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാനാണ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ പറയുന്ന നമ്മളുടെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ആളുകൾ പോയി പെട്ടു. അയാൾക്ക് പോയി തലവെച്ച് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ഈ ഒരു തർക്കം നിലനിൽക്കുന്നതിൽ ബാധിക്കുമോ? ഇത് തർക്കം നിലനിൽക്കണോ? ഈ തർക്കം ഉണ്ടെന്ന് പറഞ്ഞത് ശരിയല്ലേ? അതുകൊണ്ട് അതിനാണല്ലോ ഇപ്പോൾ ഈ പണിയൊക്കെ ചെയ്ത് ഞങ്ങളിതിൽ നിന്നൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം രമ്യതയിലൂടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരാൻ പോകുന്ന നിയമസഭയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഈ കാര്യമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ചർച്ചകളും നടന്നത്. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഒരു പ്ലാനുള്ളത് നമുക്കറിയില്ലായിരുന്നു. ഇവർ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇവിടെ എങ്ങനെയെങ്കിലും ഇവർക്ക് അധികാരം പിടിക്കണം, ആ ഒരൊറ്റ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വഴിയിലേക്ക് ഇവർ പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവർക്കെതിരെ കൂടുതൽ നടപടി DCC ഒക്കെ അതൊക്കെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തരക്കാരാണ്. നമുക്കതിൽ അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇതല്ലായിരുന്നു ചെയ്യേണ്ടത്. ശരിക്ക് ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റുമായിട്ട് ഒരുമിച്ച് നിന്ന് അതിൻ്റെ എല്ലാ രീതിയിലുള്ള പണികളെടുക്കുന്ന ഈ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ഈ DC സെക്രട്ടറിക്കെതിരിലും അതേപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡൻറ്റിനെതിരിലാണ് ആക്ഷൻ എടുക്കേണ്ടത്. അതിവിടെ കണ്ടിട്ടില്ല. ഇതിപ്പോൾ കൂടി ഒരു മത്സരം നടക്കുമ്പോൾ മുസ്ലിം ലീഗിന് ഒരു വിജയപ്രതീക്ഷ എത്ര ഉണ്ട്? ഒരു പേടിയുണ്ട്? മുസ്ലിം ലീഗ് നല്ല പ്രതീക്ഷയിലാണ്. കാര്യം എന്താ വെച്ചാൽ ഈ കൂട്ടുകെട്ടിനെതിരിൽ ഇവിടുത്തെ ജനം ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു കപട രാഷ്ട്രീയമാണ്. ഇതൊരു കാപ്പട്യം പിടിച്ച രാഷ്ട്രീയമാണ് ഇവർ കാണിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി വലിയ രീതിയിൽ നമ്മളുടെ കേരളത്തിൽ മൊത്തത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ പഞ്ചായത്തിൽ വന്നിട്ട് ഇവർ തമ്മിൽ ബായി ആയിട്ട് കളിക്കുന്നു. അത് ജനം അംഗീകരിക്കില്ല ഒരിക്കലും. ഇവിടുത്തെ ഞാൻ എന്തിനേറെ പറഞ്ഞു, ഇവിടുത്തെ നമ്മളീ പ്രദേശത്തുള്ള
യഥാർത്ഥ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് വലിയ അമർഷമുണ്ട് ഈ കാര്യത്തിൽ. എന്നുവെച്ചാൽ അവർക്ക് ഈ ഒരു സംവിധാനത്തോട് എന്ത് വന്നാലും ശരി, നമ്മൾ ഒറ്റക്ക് നിന്നാലും നമ്മുടെ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്നൂടെ എന്നാണ് അവർ അത്ര ആളുകളൊക്കെ നമ്മളോട് പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കാര്യം മറ്റ് പ്രാദേശികമായിട്ടുള്ള ചില സഖ്യങ്ങൾ ലീഗ് നടത്തുന്നുള്ള ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നു. അല്ല, അത് ഇവർ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. ഇവിടെ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ലീഗ് സഖ്യമൊന്നും എവിടെയില്ല. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ UDFനെ വെൽഫെയർ പാർട്ടി സ്വാഗതം ചെയ്യുന്നു, അവർക്ക് വേണ്ടുന്ന സഹകരണങ്ങളുണ്ട് എന്നുള്ള നീക്കുപോക്ക് എന്നല്ലാതെ മറ്റുള്ള ഒരു സഖ്യവും ഇവിടുത്തെ പാർട്ടി മുസ്ലിം ലീഗ് ചെയ്തിട്ടില്ല. പാർട്ടി ഇവിടെ ഒറ്റക്കെട്ടായിട്ട് ഐക്യകണ്ഠേന എല്ലാ ഘടകങ്ങളും വളരെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാം. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഭരണത്തിൽ തുടർ ഭരണം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് ലീഗ് നേതൃത്വം പറയുന്നത്. കാരണം ഒരു കണ്ണിൽ പൊടിയിടൽ നടപടിയാണ് DCCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിന് പ്രധാനമായി ചുക്കാൻ പിടിച്ച DCC സെക്രട്ടറിക്കെതിരെയും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പ്രസിഡന്റിനെതിരെയും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല. അവർ ഇവിടെ ഈ വാർഡുകളിൽ മത്സരിക്കുന്നുമുണ്ട്, അവർക്കെതിരെ ഒരു നടപടിയില്ല. പക്ഷേ മണ്ഡലം കമ്മിറ്റി മാത്രം പിരിച്ചുവിട്ട് ഒരു നടപടി കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.